ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അവരിപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്? അൺസാറ്റിസ്ഫൈഡ്, വാല്യൂസ്, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, സ്പേസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഒരു സന്തോഷം കണ്ടെത്തി മാറിപ്പോയവരാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരിപ്പൊ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് അവിടെ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ ഒരു ജീവിതത്തിൽ നീ ഒരുപാട് അവസരങ്ങൾ എനിക്ക് നൽകി, അതെല്ലാം ഞാൻ തന്നെയാണ് മിസ് ചെയ്ത് കളഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വളരെയധികം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അതോടൊപ്പം വാല്യൂസ് ആണ്. നിന്റെ വാല്യൂ അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നു എന്നുള്ളത് ഈ ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെയും നിന്നെയും വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നു എന്നുള്ളത്. അപ്പം മിസ്സാക്കി കളഞ്ഞ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഓർത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ വേദനിക്കുന്ന ഒരു പേഴ്സണിന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് കുറച്ചുകൂടെ ഒരു സമയം നിങ്ങൾ കൊടുക്കണം. കാരണം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് okay ആവാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇനി ഒരിക്കലും നിന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാത്ത വിധം ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് നാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അവർക്ക് കുറച്ച് സമയം വേണം എന്നുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരിൽ വന്നിരിക്കുന്ന കുറ്റബോധം തന്നെയാണ്. അതുപോലെ അവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾ കൊടുത്തിട്ട് അതൊന്നും യൂസ് ചെയ്യാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഈ ഒരു സ്പേസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ്. കാരണം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന അവസ്ഥ തന്നെയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാം.